കെവിന്റെ 11ാമത്തെ സിനിമേന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഡെബ്യൂട്ട് ആയ ഒരു ഡയറക്ടറാണ്. പ്രവീൺ പരമശിവനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഡെബ്യൂട്ട് ആയ ഡയറക്ടറാണ്. കെവിനെ നമുക്കറിയത്തില്ലേ, നമ്മുടെ ബ്ലഡി ബെഗർ, അതുപോലെ തന്നെ നമ്മുടെ ഡാഡ, സ്റ്റാർ, ഹി എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ച നായകനാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന നയൻതാരൻ്റെ കൂടെ ആയിട്ടൊരു സിനിമ വരുന്നുണ്ട്, ഹി എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക്. എന്തായാലും പടത്തെ ഷൂട്ട് ഉടൻ ആരംഭിക്കുന്നതാണ്. ജയസൂര്യ നായകനായിട്ട് ഈ വർഷം പുറത്തിറങ്ങിയ ഓൾമോസ്റ്റ് 100 കോടിയുടെ മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ആട് 3 സിനിമേന്റെ OTT അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിയോ സ്റ്റാർ അല്ല, നമ്മുടെ ZEE5 മേടിച്ചു എന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. എന്തായാലും മെയ് 1-ാം തീയതിയാണ് പടം OTT റിലീസ്. മലയാളത്തില്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് OTT റിലീസ്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ കളംകാവൽ സിനിമയ്ക്ക് ശേഷം നമ്മുടെ ജിതിൻ കെ ജോസിന്റെ അടുത്ത ഡയറക്ഷനിൽ വരാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. മായൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയത്. ഇതൊരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. മ്യൂസിക് നമ്മുടെ മുജിബ് മജീദ് ആണ്. പ്രൊഡക്ഷൻ ഹൗസ് മാജിക് മൂൺ പ്രൊഡക്ഷൻ ആണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആയിട്ട് എന്തായാലും മറ്റൊരു കിടിലൻ സിനിമ തന്നെ ആവട്ടെ ജയസൂര്യ ആയിട്ട് വരാൻ പോകുന്ന മായൻ എന്ന് പറഞ്ഞ സിനിമ. അടുത്ത അപ്ഡേറ്റ് കറുപ്പ് സിനിമേന്റെയാണ്. പടത്തിന്റെ കേരളത്തിലെ തിയേറ്ററിക്കൽ റൈറ്റ്സ് അവകാശം മേടിച്ചത് IMP ഫിലിംസ് ആയിരുന്നു. അത് മാത്രമല്ല, പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, മധുരയിൽ വെച്ചിട്ട്, അതും പോളിടെക്നിക് കോളേജിൽ. എന്തായാലും നമ്മുടെ RJ ബാലാജി സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. മെയ് 14-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദിലീപിന്റെ 152-ാമത്തെ സിനിമയ്ക്ക് പേര് വന്നിരിക്കുകയാണ്. ടൈറ്റിൽ ലുക്കും ഫസ്റ്റ് ലുക്കും നീക്കം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഒരു ആവറേജ് ഫസ്റ്റ് ലുക്ക് തന്നെയാണ്, മഴയത്ത് കുട പിടിച്ച് നിൽക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക്. എന്തായാലും നമ്മുടെ ജഗൻ ഷാജി കൈലാസ് ആണ് സിനിമ സംവിധാനം. മ്യൂസിക് ദീപക് ദേവ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ BGM മുജിബ് മജീദ് ആണ്. തിരക്കഥ വിപിൻ ബാലചന്ദ്രനാണ്. കാത്തിരിക്കാൻ പടത്തിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കേരള സ്റ്റോറി സിനിമേന്റെ ഒഫീഷ്യലായ OTT റിലീസ് ഡേറ്റ് തന്നെയാണ്. നിലവിലെ പടത്തിന്റെ OTT അവകാശങ്ങൾ ZEE5 ആണ് മേടിച്ചത്. ഏപ്രിൽ മാസത്തിന് നേരെ മെയ് മാസം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മെയ് 8-ാം തീയതിയാണ് പടം ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് OTT റിലീസ്. ഡിസാസ്റ്റർ ആണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത് ഫൈനലായിട്ട്. ഫസ്റ്റ് പാർട്ട് സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ്ലി 200 കോടിയുടെ മുകളിൽ ഗ്രോസ് ആണെങ്കിൽ ഇത് വളരെ മോശമായ ഗ്രോസ് ആണ്. നമ്മുടെ AGSന്റെ 28-ാമത്തെ സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് നാളെ രാവിലെ 11 മണിക്ക് പുറത്തു വരികയാണ്. നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ സർജയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. പ്രീതി മുകുന്ദനാണ് സിനിമയിൽ നായികി. നമ്മുടെ രവി ബസൂർ ആണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്. ഡയറക്ഷൻ നമ്മുടെ സുഭാഷ് ആണ്. എന്തായാലും പടത്തിന്റെ തിയേറ്ററിൽ റിലീസ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ അതിരടി സിനിമേന്റെ ഭാഗത്ത് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, സിനിമേന്റെ ഓവർസീസ് റൈറ്റ്സ് ആരാ മേടിച്ചതെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആയിരിക്കും സിനിമ GCCയിൽ റിലീസ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ ടൊവിനോ, അതുപോലെ തന്നെ ബേസിൽ, വിനീത് ശ്രീനിവാസൻ, റിയാഷിബു എന്നിവർ അഭിനയിക്കുന്ന സിനിമയാണ് അതിരടി. മ്യൂസിക് നമ്മുടെ വിഷ്ണു വിജയാണ്. ഡയറക്ഷൻ നമ്മുടെ അരുൺ അനിരുദ്ധനാണ്. മെയ് 14-ാം തീയതിയാണ് റിലീസ്.